ചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ട ആ നിമിഷങ്ങൾ, ഒരു ജനതയുടെ ആവേശകരമായ മുദ്രാവാക്യങ്ങൾ മുതൽ അന്ധകാരത്തിൽ നടന്ന ഗൂഢാലോചനകൾ വരെ, തൻ്റെ ചോര കൊണ്ട് ലോകചരിത്രം മാറ്റിയെഴുതാൻ ഒരു മനുഷ്യൻ കുരിശിലേക്ക് നടന്ന ആ 7 ദിനങ്ങൾ. ഇത് വെറുമൊരു ഓർമ്മപ്പെടുത്തലല്ല, ഇത് മനുഷ്യവംശത്തിൻ്റെ രക്ഷാകരമായ ഒരു തീർത്ഥയാത്രയാണ്. ഓശാനയുടെ ഒലിവ് ചില്ലകൾ മുതൽ ഉയർപ്പിൻ്റെ പ്രകാശപൂർണമായ പ്രഭാതം വരെ. വിശുദ്ധവാരത്തിലെ ഓരോ നിഗൂഢതകളും പ്രവചനങ്ങളുടെ ആഴങ്ങളും നമുക്ക് ഒരുമിച്ച് തിരയാം. വിശുദ്ധവാരത്തിലൂടെ ഒരു തീർത്ഥയാത്ര. ഇന്ന് നാം നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരാഴ്ചയിലാണ്, വിശുദ്ധവാരം. ഓശാന ഞായറിൻ്റെ ആവേശകരമായ മുദ്രാവാക്യങ്ങൾക്കും ദുഃഖവെള്ളിയുടെ നിശബ്ദതയ്ക്കുമിടയിലുള്ള ആ ദിനങ്ങൾ വെറും സംഭവബഹുലമായിരുന്നില്ല, അവ ചരിത്രത്തെ മാറ്റിമറിച്ച നിമിഷങ്ങളായിരുന്നു. ഇന്ന് നാം കാണുന്നത് വലിയ തിങ്കളാഴ്ച അഥവാ ഹോളി മണ്ടയെക്കുറിച്ചാണ്. പലപ്പോഴും ഓശാന ഞായറിനും പെസഹ വ്യാഴത്തിനുമിടയിൽ നാം വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ദിവസമാണിത്. എന്നാൽ യേശുവിനെ കുരിശിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ തിരയുന്നവർക്ക് ഈ തിങ്കളാഴ്ച ഒരു വഴിത്തിരിവാണ്. അന്ന് ജെറുസലേം ദേവാലയത്തിൽ നടന്നത് വെറുമൊരു ശുദ്ധീകരണമായിരുന്നില്ല, മറിച്ച് വ്യവസ്ഥിതികളെ പിടിച്ചുലയ്ക്കുന്ന ഒരു മഹാവിപ്ലവം കൂടിയായിരുന്നു. നമുക്ക് കാലത്തെ പിന്നോട്ട് തിരിക്കാം. വർഷം AD 33 നീസാൻ മാസം 11. ചരിത്രകാരനായ ജോൺ മേയറുടെ നിരീക്ഷണത്തിൽ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ദിനമാണിത്. ജെറുസലേം നഗരം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരക്കിലാണ്. പെസഹ തിരുനാളിനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ നഗരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നു. എന്നാൽ അന്തരീക്ഷത്തിലൊരു യുദ്ധഭീതിയുണ്ട്. റോമൻ ഗവർണർ പൊന്തിയോസ് പിലാത്തോസ് തൻ്റെ സൈന്യവുമായി നഗരത്തിലുണ്ട്. ദേവാലയത്തിന് തൊട്ടടുത്തുള്ള അന്റോണിയോ കോട്ടയിൽ നിന്ന് റോമൻ പടയാളികൾ ദേവാലയമുറ്റത്തെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. മറുവശത്ത് അന്നത്തെ മഹാപുരോഹിതനായ കയ്യഫാസും അന്നാസും തങ്ങളുടെ അധികാരം നിലനിർത്താൻ റോമായുമായി ഒത്തുതീർപ്പുകളിലാണ്. ഈ രാഷ്ട്രീയ മത സമ്മർദ്ദങ്ങൾക്കിടയിലാണ് നസ്രായനായ യേശു കടന്നു വരുന്നത്. വെറുമൊരു തീർത്ഥാടകനായല്ല, മറിച്ച് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ബലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവൻ തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ യേശുവും ശിഷ്യന്മാരും ബഥനിയിൽ നിന്ന് ജെറുസലേമിലേക്ക് നടക്കുകയാണ്. യേശുവിന് വിശന്നു. വഴിയരികിൽ ഇലകൾ തഴച്ചു നിൽക്കുന്ന ഒരത്തിമരം അവൻ കണ്ടു. സസ്യശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഇലകൾ വരുന്ന സമയത്ത് തന്നെ തകഷ് എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ കായ്കൾ അത്തിമരത്തിൽ ഉണ്ടാകേണ്ടതാണ്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ സമൃദ്ധമായ ഇലകളുള്ള ആ മരം ഫലങ്ങളുണ്ടെന്നുള്ള സൂചന നൽകി. എന്നാൽ അടുത്തു ചെന്നപ്പോൾ അതിൽ ഫലങ്ങളില്ലായിരുന്നു. യേശു ആ മരത്തെ ശപിച്ചു. ഇനി ആരും ഇതിൽ നിന്ന് ഫലം ഭുജിക്കാൻ ഇടയാകാതിരിക്കട്ടെ. പലർക്കും ഇതൊരു വിചിത്രമായ പ്രവൃത്തിയായി തോന്നാം. ഇതിന് പിന്നിൽ വലിയൊരർത്ഥമുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരായ ജെറമിയായും ഹോസിയായും ഇസ്രായേൽ ജനതയെ പലപ്പോഴും അത്തിമരത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. പുറമേ കാണാൻ ഭക്തിയുടെയും ആചാരങ്ങളുടെയും വലിയ ഇലകളുണ്ട്, എന്നാൽ ഉള്ളിൽ നീതിയുടെയും സ്നേഹത്തിൻ്റെയും ഫലങ്ങളില്ല. അത്തിമരത്തെ ശപിച്ചതിലൂടെ യേശു അന്നത്തെ മതവ്യവസ്ഥിതിയുടെ വന്ധ്യതയാണ് വെളിപ്പെടുത്തിയത്. യേശു ദേവാലയമുറ്റത്തേക്ക് പ്രവേശിച്ചു. അവിടെ അവൻ കണ്ടത് ഭക്തിയല്ല, മറിച്ച് ക്രൂരമായ ചൂഷണമാണ്.
ദേവാലയ നികുതി അടയ്ക്കാൻ എത്തുന്ന തീർത്ഥാടകരിൽ നിന്ന് അമിത കമ്മീഷൻ എടുക്കുന്ന നാണയമാറ്റക്കാർ, പാവപ്പെട്ടവർക്ക് ബലി കഴിക്കാൻ ആവശ്യമായ പ്രാവുകളെ കൊള്ളവിലയ്ക്ക് വിൽക്കുന്നവർ. ഇവർക്ക് അനുമതി നൽകിയിരുന്നത് മഹാപുരോഹിതൻ്റെ കുടുംബമായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ വിജാതിയർക്കായി നീക്കിവെച്ച പുറമുറ്റം മുഴുവൻ ഈ കച്ചവടക്കാർ കയ്യേറിയിരിക്കുന്നു. വിജാതിയർക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാതാക്കി മാറ്റിയ ഈ അനീതി കണ്ടപ്പോൾ യേശുവിൻ്റെ വിശുദ്ധ കോപം നാം കാണുന്നു. അവൻ കയറുകൊണ്ട് ഒരു ചാട്ടവാറുണ്ടാക്കി കച്ചവടക്കാരെ പുറത്താക്കി മീശകൾ മറിച്ചിട്ടു. അവൻ ഉറക്കെ പ്രഖ്യാപിച്ചു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഏശയ്യ 56 അധ്യായത്തിലും ജെറമിയ 7 അധ്യായത്തിലുമുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശു നടത്തിയത് കേവലമൊരു പ്രതിഷേധമല്ല, മറിച്ച് ദേവാലയ ദൈവശാസ്ത്രത്തിൻ്റെ പുതിയ ആഖ്യാനമായിരുന്നു. മേശകൾ മറിച്ചിട്ടതിന് ശേഷം യേശു അവിടെ തന്നെ നിന്നു. കച്ചവടക്കാർ ഓടിപ്പോയ ആ സ്ഥലത്തേക്ക് വേറെ ചിലർ കടന്നു വന്നു. കുരുടരും മുടന്തരും തളർവാദ രോഗികളും. അന്നത്തെ നിയമമനുസരിച്ച് ഇങ്ങനെയുള്ളവർക്ക് ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവേശനമില്ലായിരുന്നു. എന്നാൽ യേശു അവരെ സ്വീകരിച്ചു, അവരെ സൗഖ്യമാക്കി. ഒരു വശത്ത് അധികാരികൾ പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് യേശു ജീവിതങ്ങൾ സൗഖ്യമാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്ത മഹാപുരോഹിതന്മാരോട് സങ്കീർത്തനം 8 ഉദ്ധരിച്ചുകൊണ്ട് അവൻ മറുപടി നൽകി, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ എനിക്ക് സ്തുതികൾ ഒരുക്കി. അധികാരികൾ നിശബ്ദരായപ്പോൾ അശരണരും കുഞ്ഞുങ്ങളും അവിടെ എത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗാനങ്ങൾ ആലപിച്ചു. ഈ സംഭവങ്ങൾ പുരോഹിതന്മാരെയും അധികാരികളെയും വല്ലാതെ ഭയപ്പെടുത്തി. മർക്കോസിൻ്റെ സുവിശേഷം 11:18 പറയുന്നത് പോലെ അവർ അവനെ നശിപ്പിക്കാൻ വഴി തേടിക്കൊണ്ടിരുന്നു. കാരണം യേശു തൊട്ടത് അവരുടെ വരുമാന മാർഗത്തിൽ മാത്രമല്ല, ദൈവാലയത്തിൻ്റെ അധികാരത്തിൽ കൂടിയാണ്. മതവും രാഷ്ട്രീയവും സാമ്പത്തിക ലാഭവും ഒന്നിച്ചു ചേരുന്ന ആ വലിയ ചങ്ങലയാണ് അവൻ തകർത്തത്. വിശുദ്ധ തിങ്കളാഴ്ചയിലെ ഈ നടപടികളാണ് യേശുവിനെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് വേഗത കൂട്ടിയത്. ജനം അവനെ സ്നേഹിക്കുന്നു, അതിനാൽ അവനെ പരസ്യമായി പിടിക്കാൻ അവർക്ക് ഭയമായിരുന്നു. അതുകൊണ്ടാണ് യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കൽ അവർക്ക് ഇത്ര വലിയ സഹായമായി മാറിയത്. യേശുവിൻ്റെ ഈ വിപ്ലവകരമായ തിങ്കളാഴ്ച ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുരിശുമരണം പോലും മറ്റൊരു രീതിയിലാകുമായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവങ്ങൾ ഇന്ന് നമ്മോടെന്താണ് സംസാരിക്കുന്നത്? വിശുദ്ധ തിങ്കൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മീയമായ കാപട്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതമാകുന്ന ദേവാലയത്തിൽ നമ്മൾ എന്തിനാണ് സ്ഥാനം നൽകിയിരിക്കുന്നത്? സ്നേഹത്തിനോ അതോ സ്വാർത്ഥതയ്ക്കോ? നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളില്ലാതെ വെറും ഇലകൾ മാത്രമാണോ ഉള്ളത്? ആചാരങ്ങൾക്കപ്പുറം സഹജീവികളോടുള്ള കരുണയും നീതിയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? യേശു വന്ന ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കാൻ നമുക്ക് അവനെ അനുവദിക്കാം. വിശുദ്ധവാര യാത്രയുടെ അടുത്ത എപ്പിസോഡിൽ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത അധികാരികളോട് അവൻ നടത്തിയ അതിശക്തമായ സംവാദങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യും. അതായത് വിശുദ്ധ ചൊവ്വാഴ്ചയുടെ വിശേഷങ്ങൾ.